പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 10 ചൊവ്വാഴ്ച. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി, നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഈ വാക്കുകൾ ഒരു രാജ്ഞിയുടെ വാക്കുകൾ മാത്രമല്ല, മറിച്ച് വിശ്വാസത്താൽ ജലിക്കുന്ന ഒരു ദൈവദാസിയുടെ ധൈര്യ പ്രഖ്യാപനമാണ്. എസ്തേറിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ ആദ്യം രാജാവിൻ്റെ അരമനയിലേക്ക് അവൾ ഓടിയില്ല. അവൾ ആദ്യം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടി. അവൾ ജനങ്ങളോട് ഉപവസിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ മാത്രമാണ് പ്രവർത്തനത്തിലേക്ക് കടന്നത്. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രശ്നം വരുമ്പോൾ മനുഷ്യ സഹായം അന്വേഷിക്കുന്നതിന് മുൻപ് ദൈവസഹായം തേടണം എന്നതാണ്. കാരണം പ്രാർത്ഥന നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ്. ഉപവാസം ശരീരത്തെ ദുർബലമാക്കും, പക്ഷേ ആത്മാവിനെ ശക്തമാക്കും. മുട്ടുകുത്തുന്നവനാണ് നിലകൊള്ളാൻ കഴിയുന്നത്. മുട്ടുകുത്തുന്നവൻ ഒരിക്കലും വീഴയില്ല. വീണ്ടും എസ്തേറിന്റെ ചരിത്രത്തിൽ നാം കാണുന്നു, ധൈര്യത്തോടുകൂടെ ആയിരിക്കുന്ന എസ്തേർ. രാജാവിന്റെ സന്നിധിയിൽ അനുമതിയില്ലാതെ ചെല്ലുന്നത് മരണശിക്ഷയ്ക്ക് തുല്യമായിരുന്നുവെങ്കിലും അവൾ നിയമത്തിന് വിരുദ്ധമായാലും ഞാൻ പോകും എന്ന് പറയുന്നു. അവൾ ഭയത്തെക്കാൾ ദൈവത്തെ വിശ്വസിച്ചു. അവൾ സുരക്ഷയേക്കാൾ ദൗത്യത്തെ തെരഞ്ഞെടുത്തു. ഇത് നാം പലപ്പോഴും സത്യം പറയാൻ ഭയക്കുന്നു, വിശ്വാസം തുറന്നു പറയാൻ പേടിക്കുന്നു, നീതി നിലനിർത്തുവാൻ പേടിക്കുന്നു. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഭാഷ ഭയമല്ല, ധൈര്യമാണ്. ഭയം വിശ്വാസിയുടെ ഭാഷയല്ല, ധൈര്യം തന്നെയാണ് വിശ്വാസത്തിന്റെ ശബ്ദം. ഈ വേദഭാഗത്തില് എസ്തേറിന്റെ സമർപ്പണവും ത്യാഗവും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ നശിച്ചാൽ നശിച്ചുകൊള്ളാം എന്ന അവളുടെ വാക്കുകൾ അവളുടെ ആത്മീയ ഉയർച്ചയുടെ തെളിവാണ്. അവൾ തൻ്റെ ജീവനേക്കാൾ ദൈവത്തിൻ്റെ പദ്ധതിയെ വിലമതിച്ചു. ഇത് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച യേശുവിനെ പോലെ എസ്തേറും തൻ്റെ ജീവിതം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ദൈവം ഉപയോഗിക്കുന്നത് സൗകര്യം അന്വേഷിക്കുന്നവരെയല്ല, സമർപ്പണം നടത്തുന്നവരെയാ. ത്യാഗമില്ലാതെ വിജയമില്ലല്ലോ, സമർപ്പണമില്ലാതെ അനുഗ്രഹവും ഇല്ല. പ്രിയമുള്ളവരെ, എസ്തേറിന്റെ ജീവിതം നമ്മെ ചില മഹത്തായ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയിലൂടെ ശക്തി നേടുക, ധൈര്യത്തോടെ നിലകൊള്ളുക, സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അങ്ങനെ ജീവിക്കുന്നവരെ ദൈവം കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമാക്കുന്നു. ഇന്ന് നാം ഓരോരുത്തരോട് ദൈവം ചോദിക്കുന്നു, ഈ തലമുറയെ രക്ഷിക്കാൻ എൻ്റെ എസ്തേർ ആരാണ്? അതിന് നമുക്ക് ഹൃദയം നിറഞ്ഞ് മറുപടി പറയാൻ സാധിക്കണം. കർത്താവേ, ഞാൻ തയ്യാറാണ്. എൻ്റെ ജീവിതം നിന്റെ ദൗത്യത്തിനായി സമർപ്പിക്കുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ അനുവദിക്കണമേ. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, എസ്തേറിന് നൽകിയ വിശ്വാസവും ധൈര്യവും സമർപ്പണവും ഞങ്ങൾക്കും തരണമേ. പ്രാർത്ഥനയുടെ ശക്തി അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭയങ്ങളെ ജയിപ്പാൻ ധൈര്യം തരണമേ. നിന്റെ ഇഷ്ടത്തിനായി ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.